മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാക്രിക ലേഖനമാണ് ദി ലെക്സിക് നോസ്. അവിടെ നിന്ന് നമ്മെ സ്നേഹിച്ചു. ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോട് ഓരോ മനുഷ്യരും എത്തിപ്പെടാനുള്ള ഒരു യാത്രയെക്കുറിച്ച് വളരെ മനോഹരമായി ഫ്രാൻസിസ് പാപ്പ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണത്. ഈ ചാക്രിക ലേഖനം പ്രത്യാശയുടെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കുറച്ചും കൂടി ഒരു മുതൽക്കൂട്ടാകുന്ന ഒരു ലേഖനമാണ്. എല്ലാവരും കുറച്ചും കൂടി ഇനി പ്രത്യാശയുള്ളവരാകണം. ഈ ഭൂമിയിലെ കണ്ണുനീരിനോ വേദനയോ സങ്കടത്തിനോ നമ്മെ തകർക്കാൻ കഴിയില്ല എന്നും ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ജീവിത സാധ്യത ഉണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രത്യേകത. ചാക്രിക ലേഖനം വായിച്ചപ്പോൾ ഹൈഡഗറിൻ്റെ ഒരു കോൺസെപ്റ്റിനെ ചേർത്ത് പിടിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്നൊരു വാക്കുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഒരു ദൈവികതയെ ഉണർത്തുന്ന ഒരു അതിഥി മന്ദിരം ഉണ്ടാകണം. ഇങ്ങനെ ഒരു അതിഥി മന്ദിരം എന്നൊരു കോൺസെപ്റ്റ് ഹൈഡഗർ എന്ന വലിയൊരു ഫിലോസഫറിനെ കൂട്ടുപിടിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആ അർത്ഥമാണ് ഇന്നത്തെ സുവിശേഷം. നമ്മളെല്ലാവരും ഈ യാത്രക്കിടയിൽ കണ്ടെത്തേണ്ട ഒരു ക്രിസ്തു. ആ യാത്രയിൽ നമ്മൾ വസിക്കുന്ന ഒരിടം മാത്രമാണ് ഈ ഭൂമിയെന്നും ആ ഭൂമിയിൽ നമ്മുടെ ലക്ഷ്യം പ്രത്യാശയുടെ തീർത്ഥാടകരായതുകൊണ്ട് ആ തീർത്ഥാടന യാത്രയുടെ അവസാനം എത്തിച്ചേരേണ്ട ഇടം ക്രിസ്തുവാണെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇത് ഗോസ്പൽ വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായി യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരോട് പറയുന്ന ചില വാക്യങ്ങൾ എഴുതി വയ്ക്കുന്നു. അതിങ്ങനെയാണ്: ഈ ഭൂമിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. വിശപ്പ് അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ സാധ്യതകളെയും ക്രിസ്തു ഒറ്റ വാക്കിൽ കാച്ചിക്കുറുക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഭാഗ്യമാണ്. എങ്ങനെ ഭാഗ്യമാകാനാണ്? ഭാഗ്യമാകാനുള്ള സാധ്യത എന്താണ്? കണ്ണീരും വേദനയും മാത്രം ബാക്കിയായി ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും ഈ വാക്ക് നൽകുന്ന പ്രത്യാശ എന്താണ്? അതാണ് ഇന്നത്തെ ഒന്നാം വായന വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നത്. ജെറമിയ പ്രവാചകൻ പറയും, മരുഭൂമിയിൽ വളരുന്നൊരു കുറ്റിച്ചെടി അത് വെള്ളമില്ലാത്തത് കൊണ്ട്, അതിന് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് വാടിക്കരിഞ്ഞു പോകും. എന്നാൽ ആറ്റിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു മരമാകട്ടെ, അതിൻ്റെ വേര് കൃത്യമായിട്ട് എത്തി നിൽക്കുന്നത് ഒരു ആറ്റിലാണ്, വെള്ളത്തിനടുത്താണ്. അതുകൊണ്ട് അത് ഫലപുഷ്ടിയോടെ ഇനിയും വളരും. ഇങ്ങനെ ഓരോ മനുഷ്യരും അവർ കണ്ടെത്തേണ്ട ഒരു പ്രത്യാശ, അവർ വളർത്തേണ്ട അടിസ്ഥാനപരമായ വേര് നിൽക്കേണ്ടത് ക്രിസ്തുവിലാണ്. ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്തതൊക്കെ നശിച്ചു പോകുമെന്നൊരു ചിന്ത വളരെ മനോഹരമായിട്ട് ഒന്നാം വായന നൽകും. രണ്ടാം വായനയിൽ ഇത് തന്നെയാണ് ഓരോ അപ്പോസ്തലനും പറയുന്നത്: നിങ്ങളൊക്കെ ആശ്രയിക്കേണ്ടത് ഉദ്ധിതനായ ക്രിസ്തുവിലാണ്. മരിച്ച് മണ്ണോട് ചേർന്ന് ദൈവമല്ല നമുക്കുള്ളത്, മറിച്ച് മരണത്തിനപ്പുറത്തേക്ക് നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് പ്രത്യാശ. ഈ പ്രത്യാശയെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഈ കണ്ണീരോ വിശപ്പോ വേദനയോ ഒന്നും വേദനയായും കണ്ണീരായും പരിഗണിക്കപ്പെടുകയില്ല. കാരണം അവർ ഊന്നി നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. അവർക്കറിയാം ഇതിനപ്പുറത്തേക്കൊരു സാധ്യതയുണ്ട്, ഇതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, ഒരു അതിഥി മന്ദിരമാകണം ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും. അതിഥി മന്ദിരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയിലേക്ക് ഏതോ മനുഷ്യർക്ക് വസിക്കാനുള്ള ഇടം മാത്രമാണ്. ഇത് അതിഥി മന്ദിരം ഒരിക്കലും നിരന്തരമല്ലല്ലോ. അത് സത്രം പോലെ ഇങ്ങനെ താമസിക്കാൻ വേണ്ടി വന്നിട്ട് അതിനപ്പുറത്തേക്ക് വീണ്ടും സഞ്ചരിക്കാനൊരു ദൂരമുണ്ട്. ഈ ഭൂമിയിലെ യാത്ര നമുക്കൊരു അതിഥി മന്ദിരമാണെന്നൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ ഭൂമിയിലെ യാത്ര ഒരു നൈമിഷികമാണ് എന്നൊരു ചിന്തയുണ്ടാകും. ഇപ്പോഴുള്ള കണ്ണുനീരൊക്കെ സന്തോഷമായി മാറും, ആനന്ദമായി മാറും. ഇങ്ങനെ ഓരോ മനുഷ്യരും എത്തിപ്പെടേണ്ട ഒരു റിയാലിറ്റി ഇനിയാണെന്നൊരു ചിന്ത ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രത്യാശയില്ലാതെ മനുഷ്യർ പോകാൻ കാര്യം എന്താണ്? ഈ കണ്ണുനീരിനപ്പുറത്തേക്ക് ഒരു സന്തോഷമുണ്ടെന്നും ഈ വേദനയ്ക്കപ്പുറത്തേക്ക് ഒരു ആനന്ദമുണ്ടെന്നും ചിന്തിക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇപ്പോഴും ക്രിസ്തുവിൽ നമ്മൾ എത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. സുവിശേഷത്തെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ആരാണ് സുവിശേഷത്തിൽ വളരെ വേദനയോടെ കരഞ്ഞത്? ക്രിസ്തുവാണ്. ഗെത്സമനെ തോട്ടത്തിൽ രക്തം വിയർപ്പാക്കി അവൻ കരഞ്ഞു നമ്മൾ വായിക്കുന്നില്ലേ? ആർക്കാണ് വിശന്നത്? അത് ക്രിസ്തുവിനാണ്. 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുമ്പോൾ അവൾ മുമ്പിലിരുന്ന മനുഷ്യർക്ക് മാത്രമല്ല, അവനും വിശന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വിശപ്പിനോർത്ത് അവൻ ഇത്രത്തോളം ആകുലപ്പെട്ടത്. കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് കിടക്കാൻ പോലും ഇടമില്ലായിരുന്നു.
അവൻ ഒരു അനാഥനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അവസാനം അവഹേളിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്ത ആരാണ്? അത് ക്രിസ്തു തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ കടന്നു പോകാവുന്ന ഏതൊരു വേദനയ്ക്കിടയിലും കടന്നുപോയൊരു ക്രിസ്തുവിന് വളരെ കൃത്യമായിട്ടറിയാം, ഈ കണ്ണുനീരിനപ്പുറത്തേക്കൊരു ഉദ്ധാരമുണ്ട്, ഈ കണ്ണുനീരിനപ്പുറത്തേക്കൊരു ആനന്ദമുണ്ട്. അത് ക്രിസ്തു ഈ ഭൂമിയിൽ പഠിപ്പിച്ച് തൻ്റെ ജീവിതം കൊണ്ടാണ്. അതാണ് പ്രത്യാശ. ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. അവൻ ജീവിച്ച ജീവിതത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും കാര്യങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. കാരണം ഒരു അതിഥി മന്ദിരമാണ് ഈ ഭൂമിയെന്നും അതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവോട് ചേർന്നിരിക്കും